ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് മച്ചന്മാരുടെ ശേഷം പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളത് കുംട്ട ബീച്ചിലാട്ടോ. ഒരു രക്ഷയില്ലാത്ത ബീച്ചാണ്. നിങ്ങൾ തമിഴ്നാട് കർണാടക പോയി പോകുന്നവർ കുംട്ട ടൗണിൽ നിന്ന് കുറച്ചുള്ളൂ കേട്ടോ. ഇങ്ങോട്ട് കുറച്ചൊരു രണ്ടോ മൂന്നോ കിലോമീറ്റർ ഉള്ളൂ കുംട്ട ടൗണിലോട്ട് ഉള്ളോട്ട് വരാൻ. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഈദ് മുബാറക് കേട്ടോ ഒരു പ്രാവശ്യം കൂടി. അപ്പോൾ ഇങ്ങനെ എല്ലാവരും പെരുന്നാളൊക്കെ അടിച്ച് പൊളിക്ക്. അത് പെരുന്നാളിൽ അന്ന് രാവിലെ എടുത്ത വീഡിയോ കേട്ടോ. അതേ ഞാൻ കുളിച്ച് മാറ്റി ഡ്രസ്സെല്ലാം ഇട്ടിട്ടുണ്ട്. സമയം ഇപ്പോൾ ഏകദേശം ഒരു 6 മണി കഴിഞ്ഞിട്ടുണ്ട്, 6:15 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ബെസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നോക്കി ശരിട്ടാ, അവിടെ ഫുള്ള് വീടുകളാണ്, ഫുള്ള് കുഞ്ഞു വീടുകളാണ്. നല്ല രസമുള്ള വീടുകൾ, ഫുള്ള് തോണികളും. ഈ ഒരു ആംബിയൻസ് എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ. ഇവിടെയൊക്കെ ടെൻ്റ് അടിച്ച് കയറാൻ അടിപൊളിയായിരിക്കും. പക്ഷേ ഇവിടെ എത്രത്തോളം രാത്രി ഈ കടൽ ഇതായി കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളമൊക്കെ കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുണ്ടോ, അതായത് ബീച്ച് അവിടെയാണ്, കടൽ അവിടെയാണ് വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം കാര്യങ്ങളൊക്കെ എല്ലാം വന്ന് കാക്കകൾ വട്ടമിട്ട് കിടക്കുന്നു. അപ്പോൾ നിൽക്കുക കേട്ടോ, നമ്മളെ ഹെൽപ്പ് ചെയ്തത് ആ കണ്ണിക്കുകയാണ്. നമുക്ക് എല്ലാം ഹെൽപ്പ് ചെയ്തത്. ഇവിടെ സ്റ്റേ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് ഞാൻ ഒരു 2 ദിവസം ഇവിടെ ഉണ്ടാവും. കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മളെ മറ്റേ ഫോൺ ഉണ്ടായിരുന്നു. അപ്പോൾ ഫോണ് നന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നാട്ടിൽ നിന്ന് കൊറിയർ അയക്കും. നമ്മുടെ സെറ്റിംഗ് മൊബൈൽ സെൻറ്ററിൽ നിന്ന് കൊറിയർ അയക്കുന്നുണ്ട്. അടിപൊളി സർവീസാട്ടോ അവർ ചെയ്യുന്നത്. എനിക്ക് സൂപ്പർ സർവീസ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത് നല്ല അടിപൊളി മോർണിംഗ് വൈബാട്ടോ, ഒരു രക്ഷയില്ല. ഇവിടെ എല്ലാം അവിടെ നിന്ന് ശക്തി പ്രാപിച്ച് വരണം ഇതാട്ടോ. ഇങ്ങനെ ഇളകി മറിഞ്ഞ് വരുന്നുണ്ട്. ഇടയ്ക്ക് നല്ല അടിപൊളി തിരമാലകര വെള്ളമൊക്കെ കണ്ട് അടിച്ച് കയറും. ഇതുകൊണ്ടേക്ക് അവിടേക്ക് ഉണ്ടോ, അവിടെ ചെറിയ പാറക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാട്ടോ. അപ്പോൾ നമ്മളെങ്ങനെയായാലും 2 ദിവസം ഇവിടെ ഉണ്ടാവും. ഫുൾ എക്സ്പ്ലോർ ചെയ്യാൻ മാക്സിമം പറ്റും നോക്കണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. പെരുന്നാളിൽ അന്നത്തെ വീഡിയോ ഞാൻ ഇന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യില്ല. ഇന്നലത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യണില്ല കേട്ടോ. ഇത് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പം ഇനി ഇതെല്ലാം കുറച്ച് നേരം ഞങ്ങളുടെ വെളിച്ചം വരാൻ കാത്തിരിക്കുന്നു കേട്ടോ. ഞാൻ ലൈറ്റ് വരാൻ കാത്തിരിക്കുന്നു ജസ്റ്റ് വ്ളോഗ് എടുക്കാൻ. അപ്പോൾ ഇത് നമ്മളെങ്ങനെയായിട്ട് നടന്നു പോകുന്നത് കണ്ടു നോക്കിയേ. എല്ലാവരും ഇത് വട്ടം വിട്ട് പറക്കുന്നു. അപ്പോൾ നമുക്കിത് പോകണം കേട്ടോ. അപ്പോൾ എങ്ങനെയായാലും പള്ളിയിലൊക്കെ വന്ന് പോയിട്ട് കാണാം നമുക്ക്. ഓക്കെ, ബൈ. ഇവിടുത്തെ മദ്രസയാണോ? വെള്ളം ബീച്ചിനൊക്കെ എന്താ രസമല്ലേ, അടിപൊളി വൈബാണിത്. നായ്ക്കൾ വൈബ് ആസ്വദിക്കുക കേട്ടോ. എല്ലാവരും കൂടി ഒച്ചയും പാടൊക്കെ ആയിട്ട് നടക്കണ്. കടലാകെ ഇളക്കി മറിഞ്ഞിട്ട് കേട്ടോ നല്ല രീതിയിൽ. ഓക്കെ, നമ്മളിത് ഇനിയിവരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അടങ്ങി വീട്ടിൽ പോകണം. ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് നമുക്ക് പള്ളിയിൽ പോകണം, നിസ്കരിക്കണം. കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. എന്നിട്ട് നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് കറങ്ങാൻ പറ്റും നോക്കണം കേട്ടോ. എന്നെ കണ്ട് പറ്റുന്ന രൂപത്തിലൂടെ ഒന്ന് കറങ്ങണം. അടിപൊളി ഗ്രാമങ്ങളാട്ടത്. ജസ്റ്റ് കാണിച്ചു തരാം. അവിടെയൊക്കെ ചെറിയ കുഞ്ഞു വീടുകൾ. പിന്നെ നമ്മൾ ഇവിടുന്ന് കേട്ടോ ഭക്ഷണം കഴിച്ച് ഈ വീട്ടിൽ നിന്ന് ഉണ്ടോ. വീടുകളൊക്കെ നോക്കിയേ, ചെറിയ വീടുകളുണ്ടെങ്കിലേ എത്രയോ ചെറിയ വീടുകളാണ് കേട്ടോ. പിന്നെ നമ്മുടെ പള്ളി, നമ്മൾ ഈ പള്ളിക്കാണ് നിസ്കരിക്കണത്. ഓക്കെ, ഇതാട്ടോ മൂപ്പര വീടിൻ്റെ ബാക്ക് സൈഡാണിത്. ഓക്കെ, നമ്മളിവിടെ നിന്നിട്ടോ. അങ്ങോട്ട് പോകുന്നു ഗൈസ്. സോറി, മൂപ്പരോട് ബാക്ക് സൈഡല്ല, ഫ്രണ്ട് സൈഡ് തന്നെ കേട്ടോ. ഇതേ നമ്മൾ സൈക്കിൾ ഇതേ എവിടെ വെച്ചുള്ളത് കണ്ടോ. സാധനങ്ങളെല്ലാം ഇറക്കിയിട്ടുണ്ട്. ഇതേ സൈക്കിൾ ഇവിടെ സ്റ്റാൻഡ് ചെയ്യുന്ന കുഴപ്പമൊന്നുമില്ല. അവിടെ മേലെ ഷീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ, വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതിൻ്റെ വീട്ടിലോട്ട് കയറിയിട്ട് നമുക്കിനി ഉള്ളിൽ ഞാൻ കാണിക്കില്ല, നമുക്കെല്ലാം കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഗൈസ്, അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു. എന്താ പറയുക, പെരുന്നാളും കാര്യങ്ങളൊക്കെ പള്ളിയിലൊക്കെ പോയി വന്നു. ഇത് ഫുഡ് നോക്കിച്ചിട്ടുണ്ട്. ഫുഡ് സമയമാവണുള്ളൂ. എങ്ങനെയായാലും ഞാൻ ഇപ്പോൾ
ബീച്ച് സൈഡിൽ തന്നെയാണ്. അപ്പോൾ നമുക്കിത് ഇവിടെ ഇത് നമ്മളെ സൈക്കിൾ ഇത് എവിടെ ഉണ്ട് കേട്ടോ. നമ്മൾ സൈക്കിൾ ഇവിടെ വെച്ചിട്ടുണ്ട്, സാധനങ്ങളെല്ലാം ആയി വന്നിട്ടുണ്ട്. നമ്മളിത് ഇതിന് മുകളിൽ റൂം ചിലപ്പം കിട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മളെ നാട്ടിൽ നിന്നൊരു ഫോൺ കൊടുത്ത് വെച്ചിട്ടുണ്ട്, അത് എത്താൻ കഴിഞ്ഞ് 2 ദിവസം പിടിക്കും കേട്ടോ. അപ്പോൾ അത് 2 ദിവസം നമുക്ക് ഇവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും, വേറെ മാർഗ്ഗമില്ല. ആ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റയിൽ നല്ല രീതിയിൽ റീലിടാൻ പറ്റും കേട്ടോ. അതിനാൽ നല്ല ക്വാളിറ്റിയിൽ 4K വീഡിയോസ് ഇടാൻ പറ്റും. അങ്ങനെ ഇതുണ്ട്. പിള്ളേരൊക്കെ നോക്കിയിരിക്കുക കേട്ടത് കണ്ടിട്ട്. അപ്പോൾ അതാണ് ഒന്ന്. അപ്പോൾ ആ ഫോൺ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് റീൽസൊക്കെ എടുക്കാം. അതായത് മറ്റേത് ഈ ഗോപ്രോയിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേലോട്ട് സെൻഡ് ചെയ്ത് കുറച്ച് റിസ്ക്കാണ്. റീൽസ് രണ്ടും കൂടി മിക്സ് ചെയ്താകെ ഇത് റിസ്ക് കൂടി പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അതായത് ഞാനിപ്പോൾ മറ്റേ ഫോണാകുമ്പോൾ നമുക്കെന്ന് വെച്ചാൽ അതിൽ തന്നെ എടുത്തിട്ട് അതിൽ തന്നെ ഡയറക്റ്റ് അപ്ലോഡ് ചെയ്യുക, അതായത് ഏറ്റവും ബെറ്റർ. അതെ അത് ബീച്ച് സൈഡിലാണ്, നല്ല വെയിലുണ്ട്. നമ്മൾ ഷൂ കാര്യങ്ങൾ അവിടെ ഉണക്കാട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, നല്ല ഫുള്ള് തോണിയാണ് കേട്ടോ. ഇവരിപ്പോൾ മീൻ പിടിക്കാൻ ഇറങ്ങില്ലാന്ന് തോന്നുന്നു, അറിയില്ല ഇനി എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. ഇപ്പം ഇന്ന് പെരുന്നാളായിട്ടാണോ എന്നറിയില്ല കേട്ടോ. അടിപൊളി കേട്ടോ. ഇത് ഒരു ചെറിയൊരു കടയുടെ മേലെയാണ്, നമുക്ക് റൂം ചിലപ്പം കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ നമുക്ക് വയ്യ അറിയാം. ഇത് മാറ്റൊക്കെ ഇവിടെ തുറന്നിട്ട് ഒന്നും കെട്ടി വെച്ചിട്ടില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് സൈക്കിളിൽ വെച്ചേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്തോട്ട് പോകാം കേട്ടോ. ഞാനത് പിന്നെ ഇവിടെ എല്ലാവരും യൂസ് ചെയ്യുന്ന വണ്ടി ഇതാട്ടോ, നല്ല കംഫർട്ടാണെന്ന് പറയാം എല്ലാവരും. ഇവിടെ കൂടുതൽ ബർഗ്മാൻ, എല്ലാവരുടെ കയ്യിൽ ഈ ബർഗ്മാൻ വണ്ടിയാട്ടിട്ടുള്ളത്. നമ്മളിത് ഫുഡ് കഴിക്കാൻ പോകട്ടോ. ഓക്കെ, അങ്ങനെ നമ്മൾ ഹോട്ടലിൽ വന്നിരിക്കും കേട്ടോ. അതുണ്ടോ ഹോട്ടലിന് ഇരിക്കാൻ തോന്നുന്നുണ്ട്. ഇവിടെ കന്നഡ ഭാഷയാവും താണ് മറ്റേ ഇത് മതിരി. മലയാളം തിരിച്ചെഴുതിയ പോലുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ. ഇത് ഇവിടുത്തെ പുറത്തെയാണ് ഇവിടെ അടുക്കള വരുന്നത്, കുക്കിങ് അതിനോടൊക്കെ കാട്ടി റൊട്ടി ഉണ്ടാക്കണതാണ്. ചിക്കനൊക്കെ നോക്കി പൊതിയുമ്പോൾ കയറ്റി ചിക്കൻ. ഓഹോ, എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. നമ്മളിഞ്ഞ് ഫുഡ് കഴിക്കട്ടെ കേട്ടോ. സബ് തട്ടുന്നത് രാത്രിക്കത്തെ ഫുഡ്, അതായത് റൊട്ടിയും ചിക്കൻ മസാല. അവിടുത്തെ ചിക്കൻ മസാല എങ്ങനെയാട്ടോ ഞാൻ കഴിച്ചില്ല. നാട്ടിൽ ചിക്കൻ മസാല സാധനം ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ കഴിച്ചില്ല ഇതായിട്ട്. നല്ല രസമുണ്ട് കേട്ടോ. ഇത് റൊട്ടിയും കൂടി ഞാനും പള്ളിക്കാരനും കൂടി ഭക്ഷണം കഴിക്കാണ്. നല്ല രസമുണ്ട്. അവരുടെ റൊട്ടി അടിപൊളി കേട്ടോ, നമ്മുടെ നാട്ടിൽ പോലെയല്ല, ചെറിയ ഡിഫറെൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ നിങ്ങൾ മാക്സിമം അവിടുത്തെ ഒരു ട്രഡീഷണലായിട്ട് ഫുഡൊക്കെ മാക്സിമം ട്രൈ ചെയ്യാൻ പറ്റും. ഞാൻ അവിടുത്തെ ബിരിയാണി ട്രൈ ആക്കിയിട്ടുണ്ട്. 1-2 ഇതൊക്കെ ചായ അടിപൊളി കേട്ടോ. ചായ ആയാലും വളരെ ഡിഫറെൻ്റാണ്. ഓക്കെ, നമുക്ക് ഇനി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഓക്കെ ഗൈസ്, അങ്ങനെ ഞാൻ ഇപ്പോൾ ഉള്ളത് കുംട്ട ബീച്ചിലാട്ടോ. കുംട്ട ബീച്ചിൽ ഇതുണ്ടോ കാണുന്നില്ല കേട്ടോ, എങ്ങനെ ആരും കാണത്തില്ലതേ. വണ്ടി എല്ലാം വരുന്നുണ്ട്. അവിടെ ചെറിയൊരു ഇവിടുത്തെ റോഡ് ഇതാ കേട്ടോ, ചെറിയ റോഡാണ് ആക്ച്വലി. ഇത് നമ്മളിത് ബീച്ചിനകത്താണത്. ആ ലൈറ്റ് ഇങ്ങനെ മിന്നുന്നുണ്ടോ, ചെറിയ ചെറിയ ലൈറ്റ്. അത് തോണിയുമുള്ള ഒരു ലൈറ്റാട്ടോ, സോളാർ ലൈറ്റ് പോലത്തെ സംഭവം തോന്നുന്നു. നമുക്കത് ഇവിടെ ആകെയുള്ളത് ഒരു ചെറിയൊരു കട കേട്ടോ. ഞാൻ നിൽക്കുന്നത് അപ്പുറത്തൊരു വീടുണ്ട്, ആ വീടിൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഗൈസ് എന്നെ എത്രത്തോളം കാണാം. ഞാൻ ഫോണിൻ്റെ ഫ്ലാഷ് അടിച്ചിട്ടല്ലേ, തീരെ വിളിച്ചല്ല, പെട്ടെന്നുള്ള സാധനം തീരല്ല. അപ്പോൾ എങ്ങനെയാലും ഇന്നത്തെ വീഡിയോയിൽ കാര്യമായിട്ടൊന്നും കാണിക്കാം. നല്ലൊരു ഉറങ്ങിട്ടോ, ഇന്നലെ കാര്യമായിട്ടൊന്നും ഉറങ്ങിയില്ലായിരുന്നു. എന്നാലും എന്തോ പള്ളിയിൽ ഞാൻ ഒറ്റയ്ക്കായിരുന്നു, അപ്പോൾ എന്തോ പോലെ പിന്നെ ഉറങ്ങി. അത് 2 മണിക്കൂറൊന്നും ഉറങ്ങിയുള്ളൂ. കുറച്ച് എഡിറ്റിങ്ങും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഉറങ്ങി കുറച്ച് വൈകി. അപ്പോൾ ഇങ്ങനെയാലും ഇപ്പോൾ രാത്രി ഇന്നലത്തെ വീഡിയോ ഉണ്ട്. ഇന്നലത്തെ വീഡിയോ നല്ല രീതിയിൽ ഒന്ന് എഡിറ്റ് ചെയ്യണം, സെറ്റ് ചെയ്യണം. എന്നിട്ട് അത് നാളെ അപ്ലോഡ് ചെയ്യും കേട്ടോ. ഇന്നത്തെ വീഡിയോ അതിന് പിറ്റേ ദിവസം വരും കേട്ടോ. അപ്പോൾ ഗൈസ് ഒരു പ്രാവശ്യം കൂടി എല്ലാവർക്കും ഈദ് മുബാറക്ക്. പ്രത്യേകിച്ച് ഇവിടെ നിന്ന് കാണിക്കാനൊന്നും പറ്റില്ല, കാരണം വെച്ചാൽ ഭയങ്കര മഴ കേട്ടോ. ഏകദേശം ഫുൾ ടൈം വരും ഇതൊക്കെ. ഇപ്പം നൈറ്റാണ്, ഇപ്പോഴും ചാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്താ പറയുക, നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് അങ്ങനെ അടുത്ത ദിവസം കാണാം. സീ യു ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.